ഭാരതത്തിൻ്റെ ആധ്യാത്മികമായ ചൈതന്യം മുറുകെ പിടിച്ചുകൊണ്ട് ഭാരതീയ സംസ്കാരത്തിലെ ഇതിഹാസ കാവ്യങ്ങളിൽ ആദ്യത്തേതാണ് രാമായണം. ശ്രീ വാൽമീകി മഹർഷിയാൽ രചിക്കപ്പെട്ട രാമായണം ഭാരതത്തിലെ എല്ലാ ഭാഷകളിലും സ്വതന്ത്രമായും അല്ലാതെയുമുള്ള രചനകൾ, രാമായണ രചനകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. വാൽമീകിയുടെ രാമായണത്തെ അധികരിച്ച് വേണമെങ്കിൽ രാമകഥയുടെ ശ്രേഷ്ഠമായ ആലേടികൾ ഹിന്ദി ഭാഷയിൽ തുളസീദാസ രാമായണമാണ്, രാമചരിതമാനസം. അതുപോലെ ഭാരതത്തിൻ്റെ എല്ലാ കോണിലും രാമായണത്തിൻ്റെ ശീലുകൾ മുടങ്ങിക്കേൾക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഭംഗിയായി എഴുത്തച്ഛൻ്റെ രാമായണം, കിളിപ്പാട്ട് വലിയ ചൈതന്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. നമ്മുടെ കാലുഷ്യങ്ങൾ ഇല്ലാതാക്കി ആധ്യാത്മികമായൊരു നിറവിലൂടി ഭക്തിയുടെ ശുദ്ധമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കലാണ് രാമായണ കഥയിലൂടെ നാം കാണുന്നത്. രാമൻ ഇതിഹാസ കഥാപാത്രമായും പാൽക്കടൽ വാസനായ ഭഗവാന്റെ അവതാരമൂർത്തിയായും നാം കാണുന്നു. അങ്ങനെയുള്ള ശ്രീരാമൻ്റെ യാത്ര, അയോധ്യയിലെ രാജകുമാരനായ ശ്രീരാമൻ യുവരാജാവായി വാഴിക്കപ്പെടാൻ പോകുന്ന നിമിഷങ്ങളിൽ വിഛിന്നമായ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വലിയ വിപത്ഘട്ടങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ശ്രീരാമൻ യാത്രയാകുന്നതാണ് രാമായണത്തിൻ്റെ ഇതിവൃത്തമായി നാം കാണുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസമാണ്. കർക്കിടക മാസം മഴയുടെ ഇടവം, മിഥുനം, കർക്കിടകം എന്നീ മാസങ്ങൾ വർഷകാലത്തിൻ്റെ ഇടവപ്പാതി തൊട്ട് തുടങ്ങി വർഷകാലത്തിൻ്റെ കാഠിന്യം കൂടി അനുഭവപ്പെടുന്ന നിമിഷങ്ങളാണ് കർക്കിടകം എന്ന് പറയുന്നത്. അങ്ങനെ എന്തുകൊണ്ടും മനുഷ്യർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളും മാനസികമായ വിഷമതകളും ഒക്കെ സംഭവിക്കുന്ന ഈ മാസങ്ങളിൽ ആ മനുഷ്യ മനസ്സിൻ്റെ എല്ലാവിധ ദുഃഖങ്ങളെയും ഒഴിവാക്കുവാൻ രാമകഥാപാട്ട് നമുക്ക് മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളമാകെ കർക്കിടക മാസം 1-ാം തീയതി മുതൽ രാമായണ പാരായണം ആരംഭിക്കുകയാണ്. ഇവിടെ ശ്രീ വിശ്വകർമ്മ വേദപഠന കേന്ദ്ര ധാർമ്മിക സംഘം ഒരു പ്രത്യേക രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടി രാമായണ പര്യടനം എന്ന പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. നാളെ മുതൽ എല്ലാ ദിനങ്ങളിലും ഇടമുറിയാതെ രാമകഥയുടെ അന്തസത്ത, രാമായണത്തിൻ്റെ കാലിക പ്രസക്തി, ശ്രീമദ് രാമായണം വാൽമീകിയാൽ രചിക്കപ്പെട്ടത്, അത് രചിക്കുവാനുണ്ടായ കാരണം, ഓംകാര സ്വരൂപമായ പരബ്രഹ്മത്തിൻ്റെ നിറചൈതന്യം രാമായണത്തിൽ എങ്ങനെ നിലനിൽക്കുന്നു, ഇങ്ങനെയുള്ള എല്ലാ വസ്തുതകളും ഈ രാമായണ പര്യടനത്തിലൂടെ നമ്മൾ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. ശ്രീരാമ രാമ രാമ എന്ന് കിളിപ്പാട്ട് രൂപത്തിൽ, കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രൂപത്തിൽ തുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛനാൽ രചിക്കപ്പെട്ട കേരളത്തിൻ്റെ ആധ്യാത്മ രാമായണം പറയുന്നത് എന്തുകൊണ്ടും പാരായണം ചെയ്യുന്നത് നമ്മുടെ കാലുഷ്യങ്ങൾ മാറ്റുന്ന അന്തരീക്ഷത്തെ ശുദ്ധമാക്കിക്കൊണ്ട് നന്മയുടെ ഒരു വഴിയിലേക്ക് മനുഷ്യനെ സഞ്ചരിപ്പിക്കുന്നതിനും സത്യത്തിൽ അധിഷ്ഠിതമായ ഭരണം നിലനിർത്തുന്നതിനും മാതാപിതാ ഗുരു എന്ന് പറയുന്ന പൂജനീയ ഘടകങ്ങളെ മനസ്സിലാക്കുന്നതിനെയും
ഭ്രാതൃഭക്തി മനസ്സിലാക്കുന്നതിനും മുതിർന്നവരെ ആദരിക്കുന്നതും ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നതും ഒക്കെയുള്ള പാഠങ്ങൾ നമുക്ക് രാമായണത്തിൻ്റെ പാരായണ ശീലുകളിലൂടെ ആ കഥാസംഗ്രഹങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. അവിടെ എല്ലാ ഗൃഹങ്ങളിലും തീർച്ചയായിട്ടും രാമായണത്തിൻ്റെ ഈരടികൾ മുഴങ്ങിക്കേൾക്കുന്ന ദിനമാകട്ടെ. അതിനായി നമുക്ക് തുടക്കം കുറിക്കാം. രാമായണ പര്യടനമെന്ന ഈ ലഘു പ്രഭാഷണ പരമ്പരയിലൂടെ രാമായണത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അജ്ഞാതമായി കിടക്കുന്ന അറിവിനെ വീണ്ടും ജനമനസ്സുകളിൽ എത്തിക്കുവാനുള്ള, രാമകഥാപ്പാട്ട് മനസ്സിലാക്കിപ്പിക്കുവാനുള്ള, രാമായണവും പുരാണങ്ങളും ഇതിഹാസകാവ്യങ്ങളും വേദങ്ങളും ശ്രുതികളും എല്ലാ ഉപനിഷത്തുകളുമെല്ലാം തള്ളിപ്പറയുന്നൊരു കാലഘട്ടത്തിൽ ഇതിലെ കഥകൾ ബഹുമുഖ പ്രതിപാദ്യങ്ങളായ ഈശ്വരനാൽ എല്ലാം ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുവെന്നും ആ പ്രപഞ്ച സൃഷ്ടാവായ ഭഗവാൻ അറിയാത്തതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ലെന്നും നാം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലമെന്ന് എഴുത്തച്ഛൻ രാമായണത്തിലെടുത്ത് പറയുന്നത് പോലെ മനുഷ്യ ജീവിതവും ഏതാണ് വന്യസന്തപ്ത ലോകസ്താംബു ബന്ധുന എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ പ്രയോഗമുണ്ട്. കാലാഹിന ഫണിഗ്രസ്തമാം എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്നുണ്ട്. ആലോല ചേതസാൽ ഭോഗങ്ങൾ തേടുന്നു എന്ന് ഈ രാമായണത്തിൻ്റെ വഴികൾ പറയുന്ന പോലെ മനുഷ്യജീവിതം വളരെ നൈമിഷികമാണ്. ആ നൈമിഷികമായ മനുഷ്യജീവിതത്തിൽ രാമായണത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അഗാധമായ അറിവുകൾ സന്നിവേശിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഈ രാമായണ പര്യടനത്തിലൂടെ നടത്തുന്നത്. അതിൻ്റെ ഒന്നാം ഭാഗമാണ് നാം ഇന്ന് സംപ്രേഷണം ചെയ്തു തുടങ്ങുന്നത്. എല്ലാ കേരളീയ ജനങ്ങളുടെയും ഗൃഹങ്ങളിൽ ഈ അന്തരീക്ഷത്തെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമകഥ പാട്ടുകൊണ്ട് കാലുഷ്യങ്ങളെ, ദുഃഖങ്ങളെ മായ്ച്ചെടുക്കുവാൻ ഒരു പുതിയ സാമൂഹിക ബന്ധങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ കഴിയട്ടെ. നമുക്ക് മുന്നോട്ട് നീങ്ങാം രാമകഥാപ്പാട്ടിലൂടെ. അതിൻ്റെ തുടക്കമാകട്ടെ ഇന്ന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ലഘുപ്രഭാഷണത്തിൻ്റെ ഒന്നാം ഭാഗം അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് രാമകഥയുടെ ഉള്ളറകളിലേക്ക് നമുക്ക് കടക്കാം. രാമ രാമ ശ്രീരാമ ശ്രീരാമ ജയ രാമ. ഓം ശ്രീ രാമചന്ദ്രായ നമോ നമഃ.